യുവാവിനെ കാറിൽ കൈയും കഴുത്തും ബന്ധിച്ച് കഴുത്തെടുത്ത് കൊല്ലാൻ ശ്രമം. പെൺസുഹൃത്ത് ഏർപ്പെടുത്തിയ കൊട്ടേഷൻ സംഘമാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് യുവാവിന്റെ പരാതി. അടിമാലി സ്വദേശി സുമേഷ് സോമനാണ് പരിക്കേറ്റത്. ഇദ്ദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് വഴി ഇദ്ദേഹത്തിനെ കല്ലാർകുട്ടിക്ക് സമീപം 5 പേർ ചേർന്ന സംഘമാണ് ആക്രമിച്ചത്. കയ്യ് സ്റ്റിയറിംഗിലും കഴുത്ത് സീറ്റിലും ബന്ധിച്ച് കഴുത്തറുത്ത് കൊല്ലാനായിരുന്നു ആക്രമികൾ ശ്രമിച്ചത്. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും മോഷണം പോയിട്ടുണ്ട്. എറണാകുളത്ത് ഡ്രൈവറായിരുന്നു സുമേഷ് സോമൻ. യുവതി ഇൻഫോ പാർക്കിലെ ജീവനക്കാരിയും. ഇവർ ഒരുമിച്ച് 3 വർഷത്തോളം താമസിച്ചു. ഈ ഒരുമിച്ച് താമസിച്ച സമയത്ത് സുമേഷും യുവതിയും ചേർന്ന് എടുത്ത ചിത്രങ്ങൾ സുമേഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്ന് ഇൻഫോ പാർക്ക് പോലീസിന് യുവതി പരാതി നൽകിയിരുന്നു. ആക്രമികൾക്ക് തന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നതെന്നും യുവതി ഏർപ്പെടുത്തിയ കൊട്ടേഷൻ സംഘമാണ് തന്നെ ആക്രമിച്ചതെന്നും യുവാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ഈ അക്ഷയമായ പെൺകുട്ടിയുമായിട്ട് ജീവിക്കുക കഴിഞ്ഞ സമയത്ത് പരസ്പര ധാരണയിൽ കൈമാറിയ പൈസയിൽ ഞാൻ അധികമായിട്ടുള്ള മുടക്കിയ പൈസ തിരിച്ചു ചോദിച്ചതിലുള്ള വൈരാഗ്യം ആയിരിക്കാം ഈ കൊട്ടേഷൻ കൊടുത്ത് നമ്മളെ ഭയപ്പെടുത്താനായിട്ട് ശ്രമിച്ചേക്കുന്നതിന് വേണ്ടിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പൈസ കൂടുതലായിട്ട് കൈ ചെന്നപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു. ഇപ്പോൾ മുൻപോട്ട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഫൈനാൻഷ്യൽ ഉള്ള കാര്യങ്ങൾ സെറ്റിൽമെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് എനിക്ക് ഈ അപകടം ഉണ്ടായേക്കുന്നത്. അപ്പോൾ അതിന് പുറകിൽ അവളുടെ സുഹൃത്തുക്കളെയോ മറ്റാരെങ്കിലും വെച്ചു ഈ അർച്ചന ലിവിംഗിൽ വരുന്ന ശേഷം നമ്മൾ ഒരു സമയത്ത് നമ്മൾ കൊന്നാള് നിന്റെ ചാവുകൊണ്ട് ഇറങ്ങണമെന്നുള്ള വെല്ലുവിളിയോടൊക്കെയാണ് പോയത്. അതോടൊപ്പം ഇപ്പോൾ നമുക്കിങ്ങനെ അവസ്ഥയുണ്ടായി. നമ്മൾ അടിമാലി പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.